നിങ്ങളോ? വാ വാ. പിന്നെ എന്റെ അനിയന്റെ വർക്ക്ഷോപ്പിൽ വരെ നീ വന്ന് ക്ഷണിച്ചിട്ടാണല്ലോ. ഒന്ന് പോയേ അവിടുന്ന്. ഏയ്, എന്താ വണ്ടിക്ക് പ്രശ്നം? പെട്ടെന്ന് വഴി നിന്നുപോയി. ഞാൻ കൂടുതലുണ്ടേ നിന്റെ ഏടത്തേക്ക് വണ്ടി തള്ളി മരിക്കേണ്ടി വന്നില്ല. അതിനെന്താ, അതിലും കൂടുതൽ നടക്കുമ്പോ വാ കൊണ്ട് തള്ളിയിട്ടുണ്ടാവുമല്ലോ. അല്ല കൊച്ചേ, നിനക്ക് ഈ കോളേജിലൊന്നും പോയില്ലേ? ഏത് സമയം ഇവിടെ ഒന്ന് ഇങ്ങനെ വായ നോക്കി ഇരുന്നാ മതിയാ? എന്ത് ചെയ്യാം, ഏത് നേരം ഹരീഷിനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുവോ? ഓ അങ്ങനെ. ഈ പ്രേമം നുരഞ്ഞു പതയായിരിക്കും അല്ലേ? അതെ, കേട്ടിട്ടില്ലേ? ലവ് ഇസ് ലൈക്ക് എ വൈൻ. The older it gets, the stronger it becomes. അങ്ങനെ. എന്താ, നിങ്ങളുടെ പ്രേമ വിവാഹമായിരുന്നില്ലേ? അമ്മാതിരി ഫീലിംഗ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? പിന്നെ ഒരുപാട്. ശരിക്കും പറഞ്ഞാലേ ഈ പ്രേമോന്ന് വെച്ചാ എന്താണെന്നും ഒരു പെണ്ണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന്റെ ഫീലിംഗ് ഒക്കെ ഇല്ലേ, അതിപ്പോഴാ ഞാൻ അറിയുന്നേ. വാവ്, അത് എന്തൊരു അനുഭൂതിയാണെന്ന് അറിയാമോ? അതാണ്. പക്ഷേ ഇപ്പൊ ഞങ്ങള് പ്രേമിക്കൊന്നല്ലായിരുന്നു കേട്ടോ. സീരിയസ് ആയിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യുമായിരുന്നു. അതെന്താ? സുഭാഷ് ചേട്ടന്റെ കല്യാണത്തെ പറ്റിയാ. ഞങ്ങളും അതേപറ്റി സംസാരിച്ചോണ്ട് വരുമായിരുന്നു. എന്തോ അതങ്ങ് ശരിയാവോന്നൊരു പേടിയുണ്ട് എനിക്ക്. ഞാനും അത് തന്നെ അവളോട് പറഞ്ഞേ. ഞാൻ രാവിലെ സുഭാഷ് ചേട്ടനായിട്ട് ഇക്കാര്യം സംസാരിച്ചു. സുഭാഷ് ചേട്ടൻ പറയുന്നത് ശരിയാവുന്ന. പക്ഷെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് 100% ഈ കല്യാണം സുഭാഷ് ചേട്ടന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കൊക്കെ ഇത് എന്താ പറ്റിയേ? സുഭാഷ് ചേട്ടൻ സ്വയം കണ്ടെത്തിയ ബന്ധമല്ലേ? ആൾക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ഇത് ഫിക്സ് ചെയ്ത്. അപ്പൊ നിങ്ങളായിട്ട് ഇതെന്തിനാ വേണ്ടാന്ന് പറയണേ? നിങ്ങൾ ഇത്രയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ നോക്ക്. സുഭാഷ് ചേട്ടന്റെ കല്യാണം നടക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ തെറ്റായ ഒരു ബന്ധത്തിലേക്കാ ചെന്ന് വീഴുന്നെങ്കിൽ അത് പ്രശ്നമല്ലേ? കല്യാണം ആവാതിരിക്കുന്നതിലും ഭേദം എങ്ങനെങ്കിലും ഒരു ബന്ധം ഉണ്ടായിട്ട് അതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ.